ഹായ്. നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിശബ്ദത എന്നത്. ഈ നിശബ്ദത നമ്മുടെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലയിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്? അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ 9 മേഖലയിൽ നിശബ്ദത പാലിച്ചാൽ നമുക്കുണ്ടാകുന്ന മെച്ചങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. ജീവിതത്തെ നിങ്ങൾ എങ്ങനെ കെട്ടിപ്പടുക്കുന്നു? ബന്ധങ്ങൾ എങ്ങനെ സൃഷ്ടിക്കുന്നു? മിക്ക ആളുകളും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ജീവിതം പൂർണ്ണമായും നശിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അവരുടെ കഴിവുകൾ തിരിച്ചറിയാതെ വളരെ ചെറിയ ലളിതമായ തെറ്റിലൂടെ അവരുടെ സ്വപ്നങ്ങളും ബന്ധങ്ങളും കരിയറും ആന്തരിക സമാധാനവും ഒക്കെ അവരെ നശിപ്പിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് നിശബ്ദതയാണ്. എപ്പോൾ മൗനം പാലിക്കണം എന്നറിയാതെ ആളുകൾ ജീവിതം നശിപ്പിക്കുന്നു. സാധാരണക്കാരും ജീവിത വൈദഗ്ധ്യം നേടിയവരും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്താന്ന് വെച്ചാൽ അവർ പാലിക്കുന്ന നിശബ്ദതയിലാണ്. ജീവിതത്തിൽ നിശബ്ദത പാലിക്കേണ്ട പ്രധാന സന്ദർഭങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. നമ്മുടെ വായ അടച്ചിരുന്നാൽ പല വാതിലുകളും നമുക്ക് തുറക്കും. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ശബ്ദത്തിന്റെ ലോകത്തിലാണ്. സോഷ്യൽ മീഡിയ നമ്മളെ ശബ്ദമാണ് മെച്ചം എന്നുള്ളത് പഠിപ്പിക്കുന്നു. അതായത് ഓരോ ചിന്തയും പങ്കുവെക്കപ്പെടേണ്ടതാണ്, ഓരോ അഭിപ്രായവും പ്രകടിപ്പിക്കേണ്ടതാണ്, ഓരോ പ്രതികരണവും ഉടനടി പ്രകടിപ്പിക്കേണ്ടതാണ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വലിയൊരു ദോഷമാണ് നമ്മിലുണ്ടാക്കുന്നത്. ഏറ്റവും വിജയിച്ച ആളുകൾ, അതുപോലെ സാമ്രാജ്യം കെട്ടിപ്പടുത്തവർ, സ്ഥിരതയുള്ളവർ, നല്ല ബന്ധം സൃഷ്ടിച്ചവർ, അതുപോലെ ആന്തരിക സമാധാനം നേടിയവർ, ഇവരെല്ലാവരും പൊതുവായിട്ടുള്ള എല്ലാവരിലും പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ് നിശബ്ദത. അവർ തന്ത്രപരമായ നിശബ്ദതയിൽ പ്രാവീണ്യം നേടിയവരാണ്. നമ്മുടെ വായ ആശയവിനിമയത്തിനുള്ള ഉപകരണം മാത്രമല്ല, അത് നമ്മെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരായുധമാണ്. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും ഊർജം വഹിക്കുന്നു. ആ ഊർജം നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് അടുപ്പിക്കുകയോ അകറ്റുകയോ ചെയ്യുന്നു. അത് ഏതാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വാക്കുകൾ നമ്മളെ നമ്മുടെ സ്വപ്നത്തിലേക്ക് അടുപ്പിക്കുകയാണോ അകറ്റുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. മിക്ക ആളുകൾ അവരുടെ വാക്കുകൾ അശ്രദ്ധമായി ഉപയോഗിക്കുന്നു. നിശബ്ദത ഏറ്റവും വാചാലമായ സംസാരത്തേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒന്നാണ്. വിജയികൾ ഉദ്ദേശത്തോടെ സംസാരിക്കുന്നു, ലക്ഷ്യത്തോടെ കേൾക്കുന്നു, വ്യക്തതയോടെ നിരീക്ഷിക്കുന്നു. അവർക്കറിയാം എപ്പോഴെല്ലാമാണ് പൂർണ്ണമായും നിശബ്ദത പാലിക്കേണ്ടത് എന്ന്. ഇത് നിഷ്ക്രിയനോ ദുർബലനോ ആകുന്നതിനെ കുറിച്ചുള്ളതല്ല, തന്ത്രപരമായി ശക്തനാവുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിശബ്ദത പാലിക്കേണ്ട ആദ്യ സാഹചര്യം ഏതാണെന്ന് വെച്ചാൽ, ആരെങ്കിലും നിങ്ങളെ വൈകാരിക പ്രതികരണത്തിലേക്ക് പ്രകോപിപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നിശബ്ദത പാലിക്കണം. അതായത് നമ്മളിങ്ങനെ ഇളക്കിയിട്ട് പ്രകോപിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുക, അങ്ങനത്തെ സമയത്ത് നമ്മൾ നിശബ്ദത പാലിക്കണം. ആളുകൾ നിങ്ങളെ ചെറുതാക്കുന്നതോ നിങ്ങളുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതോ സ്വഭാവത്തെ ആക്രമിക്കുന്നതോ ഒക്കെ ആവാം. നിങ്ങളുടെ സ്വാഭാവികമായിട്ടും സഹജമായിട്ടുള്ള പ്രതികരണം എന്തായിരിക്കും? അതിനെ പ്രതിരോധിക്കുക എന്നതായിരിക്കും, അല്ലെ? അവർ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കാൻ വാക്കുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്കും. സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാറ്. എന്നാൽ നിങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് നഷ്ടങ്ങളാണ് സംഭവിക്കുക. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ മനസ്സമാധാനം എന്നിവ നിങ്ങൾക്ക് നഷ്ടാവും. എന്നാൽ നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ നിങ്ങൾ അവരുടെ സ്വന്തം അരക്ഷിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായി മാറുന്നു. അവർ ഒരു സ്ഫോടനം പ്രതീക്ഷിക്കുന്നു, പകരം ഒന്നും ലഭിക്കുന്നില്ല. ഇത് അവരിൽ മാനസിക ശൂന്യത സൃഷ്ടിക്കുന്നു. ഇത് അവരുടെ സ്വന്തം പെരുമാറ്റത്തെ നേരിടാൻ നിർബന്ധിപ്പിക്കുന്നു. ഈ നിമിഷത്തിലെ നിങ്ങളുടെ നിശബ്ദത ബലഹീനതയല്ല, അത് ശക്തിയാണ്. അവരുടെ വാക്കുകൾക്ക് നിങ്ങളെ ഇളക്കാൻ കഴിയില്ല എന്നത് നിങ്ങളുടെ ശാന്തിയാണ് തെളിയിക്കുന്നത്.
പ്രതികരണങ്ങൾ പലപ്പോഴും ബന്ധങ്ങളെ നശിപ്പിക്കുന്നു. ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുത്തും. അതുപോലെ നമ്മുടെ അവസരങ്ങളും നഷ്ടപ്പെടുന്നു. പ്രശസ്തിക്ക് കോട്ടം വരുത്തും ചെയ്യുന്നു. എന്നാൽ നിശബ്ദത പാലിക്കുന്നവർക്ക് വാദങ്ങളിലൂടെ താൻ ശരിയാണെന്ന് തെളിയിക്കേണ്ട ആവശ്യം വരുന്നേയില്ല. അവർക്ക് അവരുടെ മൂല്യം അറിയാം. പ്രകോപന നിമിഷങ്ങളിൽ നിങ്ങളുടെ നിശബ്ദത അവർക്ക് വ്യക്തമായ സന്ദേശം നൽകുന്നു. അതായത് പ്രകോപിപ്പിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഒരു വ്യക്തമായ സന്ദേശം നൽകുകയാണ്. നിങ്ങൾ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്, നിങ്ങൾക്ക് നിസ്സാര സംഘർഷങ്ങളിൽ താല്പര്യമില്ല എന്നൊക്കെയുള്ള സന്ദേശമാണ് നിങ്ങൾ അയക്കുന്നത്. നിങ്ങൾക്ക് വലിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുണ്ട് എന്നാണ് ഇതിനർത്ഥം. നിശബ്ദത പാലിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രതികരിക്കാതെ നിശബ്ദത പാലിക്കുമ്പോൾ എനിക്ക് ഇതിനേക്കാൾ വലിയ കാര്യത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉണ്ട് എന്നുള്ള മെസ്സേജാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ചവിട്ടുപടിയായി മാറുക എന്നല്ല, നിങ്ങൾ മറ്റൊരാൾക്കും ഇളക്കാൻ പറ്റാത്തവരായി മാറുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രകോപനങ്ങൾ പ്രതികരിക്കാത്തപ്പോൾ നിങ്ങളുടെ അധികാരം, ഊർജം, സമയം എന്നിവ മറ്റു പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. മറ്റൊരാള് പ്രകോപിപ്പിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഊർജമൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. നിശബ്ദത പാലിക്കേണ്ട രണ്ടാമത്തെ സാഹചര്യം ഏതാണെന്ന് വെച്ചാൽ, ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോഴാണ്. അവർ യഥാർത്ഥത്തിൽ പരിഹാരങ്ങൾക്കായി നോക്കുന്നില്ല. മനുഷ്യൻ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണിത്. അതായത് ഒരാൾ നമ്മളോട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ആ പറയുന്ന ഇടയിൽ തന്നെ പരിഹാരം കൊടുക്കും, അല്ലെ? പരിഹാരം കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് കേൾക്കാൻ ഒരാളെ കിട്ടിയാൽ മതി. മിക്ക ആളുകളും കരുതുന്നത് ആരെങ്കിലും തങ്ങളുമായി ഒരു പ്രശ്നം പങ്കിടുമ്പോൾ അവർ ഉടനടി പരിഹാരം അല്ലെങ്കിൽ ഉപദേശം ആഗ്രഹിക്കുന്നു എന്നതാണ്. ഇതൊരു വലിയ തെറ്റാണ്. അത് ബന്ധങ്ങളെ നശിപ്പിക്കുകയും ആളുകളെ കേൾക്കാത്തതായി തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ഒരാൾ തങ്ങളുടെ ബുദ്ധിമുട്ടുമായി നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ അയാളുമായുള്ള സംസാരത്തിന്റെ 90% സമയവും നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും പരിഹരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാതെ അവരെ കേൾക്കുക മാത്രം ചെയ്താൽ മതി. 90% സമയവും അവരെ കേൾക്കാൻ ഒരാളുണ്ട് എന്ന് അവരെ മനസ്സിലാക്കിയാൽ മാത്രം മതി. അവരെ മനസ്സിലാക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ അവരെ മനസ്സിലാക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും കൂടെയുണ്ട് എന്ന് അറിഞ്ഞാൽ അവർക്ക് മതി. ഈ നിമിഷങ്ങളിലെ നിശബ്ദത നിങ്ങളെ പൂർണ്ണമായും ശ്രദ്ധ ഉള്ളവരായി മാറ്റുന്നു. അതായത് അവർ പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്നു. നമ്മൾ അതിന്റെ ഇടയിൽ പറയുകയാണെങ്കിലോ അവർ പറയണതിന് എന്ത് ഉത്തരം പറയണം എന്നായിരിക്കും പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഉടനടി മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അവരെ പൂർണ്ണമായി കേൾക്കുക എന്നതാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. പരിഹാരങ്ങൾ വാഗ്ദാനങ്ങൾ ചെയ്യുന്നത് ആളുകളെ നിങ്ങളിൽ നിന്ന് അകറ്റുകയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇത് പഠിച്ചത്. മുമ്പ് ഞാനും ഇതന്നെ ചെയ്തിരുന്നത്. ആളുകൾ എന്ത് പ്രശ്നം പറഞ്ഞാലും അതിന് ഉടനടി മറുപടി പറഞ്ഞോളൂ, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. യഥാർത്ഥത്തിൽ അതിന്റെ ഫലമായിട്ട് ആളുകൾ എന്നിൽ നിന്ന് അകലെയാണ് ചെയ്തത്. ശരിക്കും അവരെ കേട്ടാൽ മാത്രം മതിയായിരുന്നു എന്നുള്ളത് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ സഹായിക്കുകയാണ് എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, എൻ്റെ അറിവ്, അതുപോലെ എൻ്റെ അനുഭവം എന്നിവ അവരെ അറിയിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥ ബന്ധം സംഭവിക്കുന്നത് വാക്കുകൾക്കിടയിലുള്ള നിശബ്ദതയിലാണ്. ശരിക്കും കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് അവരുടെ വികാരങ്ങൾ പ്രോസസ് ചെയ്യാനും അവരുടെ ചിന്തകളിലൂടെ പ്രവർത്തിക്കാനും സ്വന്തം പരിഹാരങ്ങൾ കണ്ടെത്താനും ഒരു സുരക്ഷിത ഇടം നിങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അവർക്ക് പരിഹാരം കാണാനോ സുഖപ്പെടുത്താനോ ശ്രമിക്കുന്നില്ല. അവരുടെ പ്രയാസത്തിൽ അവരോടൊപ്പം ഉണ്ടായിരിക്കാം എന്നത് മാത്രമാണ് ഏതൊരു ഉപദേശത്തെക്കാളും ആഴത്തിലുള്ള ഒരു ബന്ധം സൃഷ്ടിക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ആളുകൾ അവിശ്വസനീയമാം വിധം പ്രതിരോധശേഷിയുള്ളവരും സ്വന്തമായി ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിവുള്ളവരും ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ജോലി എല്ലാവരെയും രക്ഷിക്കുന്ന നായകനാവുക എന്നതല്ല, നിങ്ങളുടെ പൂർണ്ണമായ സാന്നിധ്യത്തിലൂടെ, ശ്രദ്ധയിലൂടെ
അവരുടെ അനുഭവത്തെ സാധൂകരിക്കുന്ന സാക്ഷിയാവുക എന്നതാണ്. അപ്പോ രണ്ടാമത്തതും ക്ലിയർ ആയല്ലോ. ആരെങ്കിലും പ്രശ്നം പറയുമ്പോൾ നിശബ്ദത പാലിക്കുക. മൂന്നാമത്തെ നിശബ്ദത പാലിക്കേണ്ട സാഹചര്യം ഏതാണെന്ന് വെച്ചാൽ ഗോസിപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് സംസാരം. അത് ആ ഗോസിപ്പ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ സ്വഭാവം യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുന്നത് ഇവിടെയാണ്. നിങ്ങളെ ബാധിക്കാത്തപ്പോൾ നിശബ്ദത പാലിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അവരുടെ പരാജയങ്ങൾ, അവരുടെ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ജീവിതം എന്നിവ ചർച്ച ചെയ്യുന്നതിലേക്ക് തിരിയുന്ന സമയത്ത് നിശബ്ദതയിലൂടെ നിങ്ങളുടെ സമഗ്രത പ്രകടിപ്പിക്കേണ്ടതാണ്. ഗോസിപ്പ് എന്ന് പറയുന്നത് സ്വയം വിഷം കഴിച്ചിട്ട് മറ്റേ വ്യക്തി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ. അത് നിങ്ങളുടെ ഊർജത്തെ മലിനമാക്കുന്നു, നിങ്ങളുടെ വൈബ്രേഷൻ കുറക്കുന്നു. എന്നാൽ മിക്ക ആളുകളും തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട്. ഒരാൾ മറ്റൊരാളെ കുറിച്ച് നമ്മോട് പറയുമ്പോൾ നമ്മെക്കുറിച്ചും അയാൾ മറ്റൊരാളോട് പറയും എന്നുള്ളത്. ഇത് തീർച്ചയായും സംഭവിക്കുന്നതാണ്. ഗോസിപ്പ് ഒരു ശീലമാണ്, അതൊരു തെരഞ്ഞെടുപ്പല്ല. ഗോസിപ്പ് ഉണ്ടാക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ നിങ്ങൾ ഒരേ സമയം നിരവധി ശക്തമായ കാര്യങ്ങൾ ചെയ്യുന്നു. നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ ഊർജത്തെയും സംരക്ഷിക്കുന്നു. നിങ്ങൾ സത്യസന്ധനും വിശ്വസനീയനുമാണെന്ന് ഉള്ള പ്രശസ്തി മറ്റുള്ളവരെ അറിയിക്കുന്നു. നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് പറയാതെ തന്നെ വ്യക്തമായ ഒരു സന്ദേശം മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകുന്നു. നിങ്ങളുടെ നിശബ്ദത ഗോസിപ്പിനെ നിർത്തുന്നു. നിങ്ങൾ ഇടപഴകാത്തത് കൊണ്ട് ദയരൂപത്തിൽ നിങ്ങൾ ഇടപഴകാത്തത് കൊണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ആവില്ല. മറ്റേ നമ്മളും കൂടി ഇടപെടുന്ന സമയത്ത് ഈ ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയും. അതായത് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ആളി കത്തുമല്ല. അതേപോലെ നമ്മളും ഗോസിപ്പിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ ഗോസിപ്പിന്റെ ശക്തി, ഊർജമൊക്കെ കൂടും. അതുകൊണ്ട് നമ്മൾ ഈ ഗോസിപ്പ് ഒരാൾ നടത്തുമ്പോൾ ഒരു ചോദ്യവും ചോദിക്കരുത്, അതിൽ താല്പര്യം കാണിക്കരുത്. അങ്ങനെയാകുമ്പോൾ സംഭാഷണം സ്വാഭാവികമായിട്ട് നിൽക്കുന്നു. ഗോസിപ്പ് സജീവമായി നിലനിർത്താൻ ആളുകൾക്ക് ഊർജം ആവശ്യമാണ്. നിങ്ങളുടെ നിശബ്ദത ആ ഊർജം നൽകാൻ തയ്യാറല്ല. ഓഫീസിലോ രാഷ്ട്രീയത്തിലോ കുടുംബത്തിലോ ഉള്ള സംഭവവികാസങ്ങളിലോ സാമൂഹിക സംഘർഷങ്ങളിലോ പങ്കെടുക്കാത്ത ഒരാളായി നിങ്ങൾ അറിയപ്പെടുന്നു. വിവേചനത്തിൽ നിന്നുള്ള ഈ കഴിവ് കാലക്രമേണ അവിശ്വസനീയമാം വിധം വിലപ്പെട്ടതായി മാറുന്നു. ആളുകൾ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ തെറ്റ് ചെയ്യില്ലെന്ന് അവർക്കറിയാം. അത് എല്ലായിടത്തും അവർ പ്രചരിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾക്ക് സുരക്ഷിതത്വം നൽകുന്നു. ഗോസിപ്പിൽ നിശബ്ദത പാലിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തെയും പ്രശസ്തിയെയും വളർത്തുന്നു. ഇനി അടുത്തത് നാലാമത്തെ നിശബ്ദത പാലിക്കേണ്ട സന്ദർഭം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതും നിങ്ങളെ അഭിമാനിക്കാൻ പ്രലോഭിപ്പിക്കുന്നതും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം തേടുന്നതും വിജയം ആഗ്രഹിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടും അത് ലോകത്തോട് പ്രഖ്യാപിക്കുക എന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. വലിയൊരു നേട്ടം നേടുമ്പോൾ എല്ലാവരും നേട്ടങ്ങളെ കുറിച്ച് അറിയണമെന്ന് നമ്മൾ താല്പര്യപ്പെടുന്നു. പുരോഗതി, വിജയങ്ങൾ എന്നിവ നമ്മൾ അറിയുന്നു. എന്നാൽ നിങ്ങളുടെ വിജയങ്ങളിൽ സ്വയം സംസാരിക്കുന്നത് അനുവദിക്കുന്നതിൽ നിന്ന് അഗാധമായ ശക്തിയുണ്ട്. നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച് എളിമയോടെയും നിശബ്ദതയോടെയും ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച് നിരന്തരം സംസാരിക്കുമ്പോൾ ധാരാളം നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്നു. ആളുകൾ നിങ്ങളെ അഹങ്കാരിയായി കാണുന്നു, നിങ്ങളെ താഴ്ന്നവരായി തോന്നിപ്പിക്കുന്നു. സ്വന്തം ജീവിതത്തെക്കുറിച്ച് അത് നമ്മളും പറയാറില്ലേ, ഇങ്ങനെ ഒരാൾ അയാളുടെ നേട്ടം വരുന്നതും തന്നെ പൊക്കിയാണെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ നേട്ടങ്ങൾ ഇങ്ങനെ വളരെയധികം വിശദീകരിക്കേണ്ടത്.
സ്വന്തം ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആന്തരികമായി പ്രചോദിതരാകുന്നതിന് പകരം പുറത്തു നിന്നുള്ള വാലിഡേഷന് അടിമപ്പെടാൻ തുടങ്ങുന്നു. നമ്മളിപ്പോ നമ്മുടെ നേട്ടങ്ങളൊക്കെ ഇങ്ങനെ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ ഒരു വാലിഡേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിശബ്ദത നിങ്ങളിലൂടെ ബഹുമാനം വർദ്ധിപ്പിക്കുന്നു. മറ്റുള്ള ആളുകൾക്ക് നിങ്ങളോട് ബഹുമാനം തോന്നും. നമുക്ക് എന്ത് നേട്ടം ഉണ്ടെങ്കിലും നമ്മളൊന്നും മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ നമ്മളോട് ബഹുമാനമാണ് തോന്നുക. വിജയികൾ തങ്ങളുടെ നേട്ടങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നില്ല. അവർ അവരുടെ നേട്ടങ്ങൾ പരാമർശിക്കപ്പെടുന്നേ ഇല്ല. അതിനെക്കുറിച്ച് സംഭാഷണങ്ങൾ നടത്തില്ല. മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം തേടുകയും ചെയ്യില്ല. നിങ്ങളുടെ വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിശബ്ദത നിങ്ങളിൽ സ്വയം ബഹുമാനം ഉണ്ടാക്കാൻ സഹായിക്കും. കഴിഞ്ഞ നേട്ടത്തെക്കുറിച്ച് സംസാരിച്ച് ഊർജം ചെലവഴിക്കുന്നതിന് പകരം അടുത്തതായി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് ഊർജത്തെ നിക്ഷേപിക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. നിശബ്ദത പാലിക്കേണ്ട 5ാമത്തെ സാഹചര്യം നോക്കാം. സ്വയം പഠിക്കേണ്ട ഒരു തെറ്റ് ആർക്കെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും തന്ത്രപരമായി പ്രയോഗിക്കേണ്ടതുമായ ഒരു സാഹചര്യം ആണിത്. മറ്റുള്ളവർ പരാജയപ്പെടുമ്പോൾ മുന്നറിയിപ്പ് വാക്കുകളോ ഉപദേശങ്ങളോ ഉപയോഗിച്ച് അത് തടയാൻ ശ്രമിക്കുമ്പോഴും നിരന്തരം ആളുകളെ അവരെ തെറ്റിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും അറിവ്, പ്രതിരോധശേഷി, പ്രശ്നപരിഹാരം എന്നിവ വികസിപ്പിക്കാനുള്ള അവരുടെ അവസരം നമ്മൾ നഷ്ടപ്പെടുക ചെയ്യും. ആരെങ്കിലും പരാജയപ്പെടുമ്പോൾ ഉപദേശവും കൊണ്ട് ചെല്ലുന്നത് ശരിയായ രീതിയല്ല. അപ്പോഴും നിശബ്ദത പാലിക്കുകയാണ് വേണ്ടത്. കാരണം അവരുടെ കഴിവ് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നിശബ്ദത പാലിക്കാൻ അതിശയകരമായ വൈകാരികതയും ബുദ്ധിയും സംയമനവും ആവശ്യമാണ്. ആ വ്യക്തിക്ക് അവരുടെ തെരഞ്ഞെടുപ്പുകളുടെ അനന്തരഫലങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അവരുടെ അവന്റെ തെറ്റിൽ നിന്നും പഠിച്ച പാഠം വേദനയേക്കാൾ വിലപ്പെട്ടതായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പിന്നീട് എന്തെങ്കിലും പറയാനുള്ള അവരെ സ്വന്തം അനുഭവങ്ങളിലൂടെ ശക്തമാക്കാൻ നമ്മൾ അനുവദിക്കണം. അവരുടെ വളരാനുള്ള കഴിവിനെ ബഹുമാനിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജോലി മറ്റുള്ളവരുടെ ഫലങ്ങൾ നിയന്ത്രിക്കുക എന്നതല്ല, പകരം അവൻ സ്വയം സൃഷ്ടിക്കുന്ന ഫലങ്ങളിലൂടെയും അവരെ പിന്തുണക്കുക എന്നതാണ്, അവരെ മനസ്സിലാക്കുക എന്നതാണ്. മറ്റുള്ളവരെ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ അനുവദിക്കുന്നതിലൂടെ ലഭിക്കുന്ന അറിവ് 2 തരത്തിലാണ്. എപ്പോഴും ഇടപെടണമെന്നും എപ്പോഴും പിന്നോട്ട് പോകണമെന്നുള്ള, എപ്പോഴൊക്കെയാണോ ഇടപെടേണ്ടത്, എപ്പോഴൊക്കെയാണോ പിന്നോട്ട് പോകേണ്ടത് എന്നുള്ള അറിവ് നമ്മൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ നിശബ്ദത ആവശ്യപ്പെടുന്ന 6ാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്ന സമയത്താണ്. മറ്റുള്ളവർ നിങ്ങളെ വേഗത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി സമ്മർദ്ദത്തിലാക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആവശ്യമായ സമയത്തും നിശബ്ദത നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നിശബ്ദത പാലിക്കുന്നത് ബാഹ്യ സമ്മർദ്ദത്തിൽ നിന്നും ആന്തരിക പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നു. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. അതുപോലെ എല്ലാ ആംഗിളിലും കാര്യങ്ങളെ വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയുന്നു. സ്വാഭാവികമായുള്ള വ്യക്തതക്കായി കാത്തിരിക്കാൻ ഇത് നമ്മളെ അനുവദിക്കുന്നു. പിന്നീടുള്ളൊരു ഖേദത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഈ നിശബ്ദത കൊണ്ട് സാധിക്കുന്നു. ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമ്മർദ്ദത്തെ ചെറുക്കാനും ചിന്താപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനും നിങ്ങളുടെ മൗനം നിങ്ങൾക്ക് ശക്തി നൽകുന്നു. ബാഹ്യവും ആന്തരികവുമായ നിശബ്ദത ആവശ്യമാണ്. ബാഹ്യ നിശബ്ദത എന്നാൽ ഒരു അഭിപ്രായം പറയുന്ന എല്ലാവരുമായി
നിങ്ങളുടെ തീരുമാനം ചർച്ച ചെയ്യാതിരിക്കുക എന്നതാണ്. ആന്തരിക നിശബ്ദത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉത്കണ്ഠാകുലമായ ഉള്ളിലെ ശബ്ദത്തെ നിശബ്ദമാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ തീരുമാനം എടുക്കൽ പ്രക്രിയയെ ബഹുമാനിക്കുക. ചിന്താപൂർവമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം സ്ഥിരമായി എടുക്കുമ്പോൾ ആളുകൾ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത് ഫലപ്രദമല്ല എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നന്നായി ചിന്തിച്ച് പ്രതിജ്ഞാബദ്ധമാണെന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ വിധി ന്യായത്തോടുള്ള ബഹുമാനം വളർത്തുന്നു. അതോടൊപ്പം നിങ്ങളുടേതായ വേഗത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഇടം നൽകുകയും ചെയ്യുന്നു. ഏഴാമതായിട്ട് നമ്മൾ നിശബ്ദത പാലിക്കേണ്ടത് മറ്റുള്ളവർ നമ്മെ അവരുടെ വൈകാരികതയിലേക്ക് പ്രതിസന്ധിയിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. എല്ലാ വ്യക്തികൾക്കും അവരുടേതായ വൈകാരിക വെല്ലുവിളികൾ, ഭയങ്ങൾ, ആശങ്കകൾ, സംഘർഷങ്ങൾ എന്നിവയൊക്കെ ഉണ്ട്. അവരിൽ ചില അനുഭവങ്ങളെ സ്വകാര്യമായോ ഉചിതമായ പിന്തുണാ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കുന്നുണ്ട്. മറ്റു ചിലർ ചുറ്റുമുള്ള എല്ലാവരെയും അവരുടെ വൈകാരികതയിലേക്ക് അതുപോലെ പ്രക്ഷുബ്ധതയിലേക്ക് വലിച്ചെടുക്കുന്നു. അത്തരം രീതി വികസിപ്പിച്ച കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ബന്ധം പരിഹരിക്കുന്നതിനും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സംഘർഷങ്ങളിൽ പക്ഷം പിടിക്കുന്നതിനും നിങ്ങളെ ഉത്തരവാദിയാക്കാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ നിശബ്ദത നിങ്ങൾക്കൊരു സംരക്ഷണമായി മാറുന്നു. നിങ്ങളുടെ നിശബ്ദതയിലൂടെ അവരുടെ വൈകാരിക അവസ്ഥ കൈകാര്യം ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് അവരെ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലൂടെ നിങ്ങളെ മറ്റുള്ളവരുടെ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് തടയുന്നു. അതിനാൽ നിങ്ങളുടെ ഊർജം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾക്കുള്ള ഒരു കാര്യമായിട്ട് മാറുന്നു. അതേപോലെ നിശബ്ദത നിങ്ങളെ ആത്മാർത്ഥമായി ആവശ്യമുള്ളവനും ശ്രമിക്കുന്നവരും അവരുടെ വൈകാരികത ഉപേക്ഷിക്കാനുള്ള ഒരു സ്ഥലമായി നിങ്ങളെ ഉപയോഗിക്കുന്നത് തടയാനും കഴിയുന്നു. സാധാരണയായി ആത്മാർത്ഥമായി പിന്തുണക്കുള്ള അഭ്യർത്ഥനകൾ നിങ്ങളുടെ സമയത്തെ പ്രത്യേകം ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നിങ്ങളുടെ സ്ഥിരമായ നിശബ്ദത ഒടുവിൽ ആളുകളെ നിങ്ങളുമായി വ്യത്യസ്തമായി എങ്ങനെ ഇടപഴകണം എന്ന് പഠിപ്പിക്കുന്നു. വളർച്ചയിൽ ആത്മാർത്ഥമായി താല്പര്യമുള്ളവരും പോസിറ്റീവ് ബന്ധമുള്ളവരും ആരോഗ്യകരമായ രീതിയിൽ നിങ്ങളുമായി അവരുടെ സമീപനം അതുപോലെ ഇടപെടലും ക്രമീകരിക്കും. അതിനാൽ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളുടെയും ഗുണനിലവാരം കാലക്രമേണ മെച്ചപ്പെടുന്നു. നിശബ്ദത ഏറ്റവും വലിയ ഉപകാരമായി മാറുന്ന 8ാമത്തെ സാഹചര്യം ഏതാണെന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് അംഗീകാരം, വിജയം, അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച നേട്ടങ്ങൾ എന്നിവ ലഭിക്കുമ്പോൾ അതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന സമയത്ത് നിങ്ങളിൽ ഉണ്ടാകുന്ന നിശബ്ദതയാണ് ഏറ്റവും നല്ല നിശബ്ദത. അത് നിങ്ങളുടെ സ്വഭാവം ഏറ്റവും ആഴത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ഒന്നാണ്. ഇവിടെയാണ് നിങ്ങളുടെ സ്വഭാവം ഏറ്റവും ആഴത്തിൽ പരീക്ഷിക്കപ്പെടുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ നിരാശ തോന്നുക, അസൂയ തോന്നുക, അല്ലെങ്കിൽ കോപിക്കുക എന്നിവ ചെയ്യുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങൾ ഈ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ വളർച്ച. ഇതൊക്കെ നമുക്ക് തോന്നും എന്ന് കരുതി നമ്മൾ പുറത്തേക്ക് പറയില്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിശബ്ദത ബന്ധങ്ങൾക്കോ നിങ്ങളുടെ പ്രസക്തിക്കോ കോട്ടം വരുത്തുന്ന എന്തെങ്കിലും പറയുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നു. ഇത് നിങ്ങളെ മറ്റൊരാളുടെ നേട്ടം ചെറുതാക്കുന്നതിൽ നിന്ന് തടയുന്നു. നിങ്ങളുടെ വികാരങ്ങളെ സ്വകാര്യമായി കൈകാര്യം ചെയ്യാനും മറ്റുള്ളവരുടെ വിജയം യഥാർത്ഥമായി ആഘോഷിക്കാനുമുള്ള വഴി കണ്ടെത്തുന്നു. ഇതിനർത്ഥം നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തുകയോ
അതില്ലെന്ന് നടിക്കുകയോ ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾ അവയെ പക്വതയോടെ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ മൗനം അസൂയയിലൂടെയോ നിരാശയിലൂടെയോ നിർബന്ധിതമായോ നിർബന്ധിതമായോ നമ്മൾ മറച്ചുവെക്കുന്ന കാര്യങ്ങൾ മര്യാദയോടെ പ്രവർത്തിക്കാൻ സമയം നൽകുന്നു. അതായത് നമ്മൾക്ക് കിട്ടേണ്ട പല ആനുകൂല്യം മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ, നമുക്ക് ലഭിക്കാതെ മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ കോപം വരും. പക്ഷെ ആ സമയത്ത് നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് പോകുന്ന വാക്കുകൾ നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നിശബ്ദത പാലിച്ചാലോ നമ്മളുടെ നമുക്ക് നമ്മുടെ പ്രശസ്തി കോട്ടം തട്ടുന്ന ഒന്നും നമ്മളിൽ നിന്ന് വരില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിശബ്ദത പാലിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, എന്തൊക്കെ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, എന്തൊക്കെ കഴിവുകൾ വികസിപ്പിച്ചിട്ടാണ് അവർ ഈ നേട്ടം നേടിയത് എന്ന് നമുക്ക് നിരീക്ഷിക്കാനും പഠിക്കാനും കഴിയുന്നു. അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അസൂയക്ക് പകരം നമ്മുടെ വളർച്ചയാണ് ഉണ്ടാവുക. അത് ഒരു അവസരമായിട്ടാണ് നമുക്ക് മാറുന്നത്. കാലക്രമേണ മറ്റുള്ളവർ വിജയിക്കുമ്പോൾ ദയോടുകൂടി നിശബ്ദത പാലിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുന്നു. അതോടൊപ്പം പക്വതയും പിന്തുണയും നൽകുന്ന ഒരാൾ എന്ന നിലയിൽ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുന്നു. അവസരങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വിജയത്തെ പിന്തുണക്കാൻ ഇത് കൂടുതൽ സാധ്യത നൽകുന്നു. ഇത് മത്സരത്തിനും പ്രതികാരത്തിനും അപ്പുറം പരസ്പരം സപ്പോർട്ടായിട്ട് മാറുന്നു. നിങ്ങളിൽ ഏറ്റവും അധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന നിശബ്ദതയാണ് 9ാമത്തെ നിശബ്ദത. അത് നിങ്ങളുടെ സ്വന്തം ആന്തരിക വിമർശനത്തിൽ നിന്നുള്ള നിശബ്ദതയാണ്. നിങ്ങളുടെ സ്വയം സംശയം, നെഗറ്റീവ് സംസാരം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ മിക്ക ആളുകളും നിരന്തരമായിട്ട് ആന്തരിക സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. അതായത് എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ മോശമാണ്, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല തുടങ്ങിയ നെഗറ്റീവ് സംസാരം നമ്മളോട് തന്നെ പറയും. ആ സമയത്ത് നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം നമുക്ക് ഉപകാരം ചെയ്യുന്ന നിശബ്ദത എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ വിഷാദം, വൈകാരിക പ്രതിസന്ധി എന്നിവയൊക്കെ നമുക്ക് വരും. ഇന്റേണൽ ക്രൈസിസ് ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ തന്നെ സ്വയം നിരാശയോട് കൂടിയ സംസാരമാണ് ആ സമയത്ത് നിങ്ങൾ സംസാരിക്കുക. അതുകൊണ്ട് ആ സമയത്ത് നിശബ്ദത പാലിക്കുക. സാധാരണ നിങ്ങളുടെ ഉള്ളിൽ വിമർശനാത്മകമായ ശബ്ദമാണ് ഉണ്ടാകുക. അപ്പോൾ അതിനെ വിശകലനം ചെയ്യുന്നു, മറ്റുള്ളവരുമായി നമ്മൾ താരതമ്യം ചെയ്യും, പിന്നെ ഭാവി പരാജയങ്ങൾ മുൻകൂട്ടി കണ്ടെത്തും. എന്നാൽ നിശബ്ദത ഈ നാശത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നു. നിശബ്ദമായിരിക്കുക എന്നുള്ളത് ആന്തരികതയോട് വാദിക്കുന്നില്ല, അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നില്ല, നിങ്ങളെ തന്നെ പ്രതിരോധിക്കുന്നതിൽ മുഴുകുന്നില്ല, നിങ്ങൾ അവയെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുന്നു. അതിനാൽ അവക്ക് ഊർജം നൽകാതെ അവയെ കടന്നു പോകാൻ നമ്മൾ അനുവദിക്കുന്നു. ഈ ആന്തരിക നിശബ്ദത അടിച്ചമർത്തലിൽ നിന്നും നിഷേധിക്കലിൽ നിന്നും വ്യത്യസ്തമാണ്. ചിന്തകൾ ഇല്ലെന്ന് നടിക്കുകയല്ല, നിങ്ങൾ അവക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇത് കൂടുതൽ സൃഷ്ടിപരമായ ചിന്തകളും വികാരങ്ങളും സ്വഭാവത്തിൽ ഉയർന്നു വരാനുള്ള അവസരം നമുക്കുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിശബ്ദത കഴിഞ്ഞ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതും ഭാവി ദുരന്തങ്ങൾ സങ്കല്പിക്കുന്നതും നിർത്തുന്നു. മാനസികവും വൈകാരികവുമായ മിക്ക കഷ്ടപ്പാടുകളും വരുന്നത് വർത്തമാനകാലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നല്ല, മറിച്ച് കഴിഞ്ഞ കഥകളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളിൽ നിന്നും ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠയിൽ നിന്നുമാണ് നമുക്ക് കഷ്ടതകൾ വരുന്നത്. അപ്പൊ മാനസികമായി നിശബ്ദത ഉണ്ടാവുമ്പോൾ ഈ കഷ്ടതകളിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കും. അതുകൊണ്ട് അപ്പോൾ ഉള്ള നിശബ്ദത കാരണം അപ്പോൾ ഉണ്ടാകുന്ന ഊർജം നമുക്ക് സൃഷ്ടിപരമായ കാര്യങ്ങൾക്കും അതുപോലെ ചിന്തിക്കാനും പ്രശ്നപരിഹാരം നടത്താനും ജീവിതത്തെ ആസ്വദിക്കാനും എല്ലാം ഉപയോഗിക്കുന്നു. ആന്തരികമായ നിശബ്ദത പാലിക്കാൻ പഠനവും പരിശീലനവും
ക്ഷമയും ആവശ്യമാണ്. എളുപ്പമുള്ള കാര്യമല്ല. പഠിക്കും വേണം, പരിശീലിക്കും വേണം, ക്ഷമിക്കും വേണം. ആന്തരിക നിശബ്ദത പരിശീലിക്കുമ്പോൾ മിക്ക ആളുകളും ഒരിക്കലും അനുഭവിക്കാത്ത ഒരു സമാധാനവും വ്യക്തതയും ജീവിതത്തിൽ കണ്ടെത്തുന്നു. നിങ്ങളുടെ ആന്തരിക നിശബ്ദത നിങ്ങളെ കേൾക്കാൻ അനുവദിക്കുന്നു. നിങ്ങൾ നിശബ്ദമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവബോധവും ജ്ഞാനവും ഉണ്ടാകുന്നു. അറിവിന്റെ ആഴത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. ശരിയായ പ്രവർത്തനത്തിലേക്കും ആധികാരികതയിലേക്കും ആവിഷ്കാരത്തിലേക്കും അർത്ഥവത്തായ തെരഞ്ഞെടുപ്പുകളിലേക്കും അത് നിങ്ങളെ നയിക്കുന്നു. ഈ ആന്തരിക മാർഗനിർദ്ദേശം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ശബ്ദത്തിൽ അത് മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിശബ്ദത പാലിക്കുമ്പോൾ നമുക്ക് ആ ആന്തരിക മാർഗനിർദ്ദേശത്തെ സ്വീകരിക്കാൻ കഴിയുന്നു. ഈ 9 സാഹചര്യങ്ങളിലും നിശബ്ദത നിങ്ങൾക്ക് ലോകവുമായിട്ടും നിങ്ങളുമായുള്ള ഇടപെടലിലും പൂർണ്ണമായ മാറ്റം ഉണ്ടാക്കുന്നു. എപ്പോൾ സംസാരിക്കണം, എപ്പോൾ നിശബ്ദത പാലിക്കണം എന്നറിയാനുള്ള കഴിവ് നിങ്ങളെ ആളുകളിൽ നിന്ന് അകറ്റുന്നതിന് പകരം ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്നു. നിങ്ങളുടെ ജ്ഞാനത്തിനും സ്ഥിരതക്കും സമാധാനപരമായ ഊർജത്തിനും വേണ്ടി മറ്റുള്ളവർ അന്വേഷിക്കുന്ന ഒരാളായി നിങ്ങൾ മാറുന്നു. അപ്പോ ഇതില് ഏതൊക്കെ സമയത്തിലാണ് നിങ്ങൾ നിശബ്ദത പാലിക്കാൻ തീരുമാനിച്ചത് എന്ന് കമന്റിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.